സ്റ്റുഡൻസ്, നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് അറേയ്സ് എന്ന ചാപ്റ്ററാണ്. അറേയ്സ് ചാപ്റ്ററിനകത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഓപ്പറേഷൻസ് ഓൺ അറേയ്സ്. ഓപ്പറേഷൻസ് ഓഫ് അറേയ്സിലാണ് ട്രാവേഴ്സൽ, സെർച്ചിങ്, ഇൻസേർഷൻ, ഡിലീഷൻ, സോർട്ടിങ്, മെർജിങ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് അറേ ഓപ്പറേഷൻസിനകത്ത് വരുന്നത്. പക്ഷെ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത് 3 ഓപ്പറേഷൻസേ ഉള്ളൂ. അതിലൊന്നാണ് ട്രാവേഴ്സൽ. ട്രാവേഴ്സൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി പറയുന്നത് സോർട്ടിംഗ് ആണ്. സോർട്ടിംഗ് നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് ലെവലിൽ ഇത് പറയുന്നുണ്ടെങ്കിൽ പോലും, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യമാണ്, അത് പ്രോഗ്രാംസ് ഒന്നും തന്നെ നിങ്ങൾക്ക് ഈ തവണ അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. നിങ്ങളുടെ ഫോക്കസ് പോയിന്റിനകത്ത് അത് പറയുന്നില്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം പ്രോഗ്രാംസ് വെച്ചുള്ള എക്സ്പ്ലനേഷൻ ഞാൻ അവോയ്ഡ് ചെയ്യുകയാണ്. അതിന് പകരം ഞാൻ അവിടെ അൽഗോരിതം യൂസ് ചെയ്ത് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാം. ഓക്കെ, അപ്പം ആദ്യം നിങ്ങൾക്ക് ട്രാവേഴ്സൽ ഓപ്പറേഷൻ കഴിഞ്ഞു. ഇനി പറയുന്നത് സോർട്ടിങ്. സോർട്ടിംഗ് എന്ന് പറയുന്നത് അറേഞ്ചിങ് എലമെൻറ്റ്സ് ഇൻ ദ അറേ ഇൻ സം ലോജിക്കൽ ഓർഡർ. അറേഞ്ചിങ് എലമെൻറ്റ്സ് ഇൻ ദ അറേ ഇൻ സം സോർട്ടിംഗ് ഓർഡർ, അല്ലെങ്കിൽ ദ അറേഞ്ച്മെൻറ്റ്സ് ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ അറേ ഇൻ സം ലോജിക്കൽ ഓർഡർ. ഒരു പ്രത്യേക ഓർഡറിൽ നമ്മൾ അറേക്കകത്തുള്ള എലമെൻറ്റ്സിനെ അറേഞ്ച് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പറയുന്നത് സോർട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് 2 ഓർഡറിലാണ് സാധാരണ, അസെൻഡിങ് ഓർഡറും ഡിസെൻഡിങ് ഓർഡറും. ഇൻറ്റിജർ അറേയാണ് പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് ഇൻറ്റിജർ അറേയാണ്. ഇൻറ്റിജർ അറേ മീൻസ് ആ അറേക്കകത്ത് കിടക്കുന്ന ഇൻറ്റിജർ നമ്പേഴ്സ് ആയതുകൊണ്ടാണ് നമ്മൾ ഇൻറ്റിജർ അറേ എന്ന് പറയുന്നത്. അപ്പോൾ സോർട്ടിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് arranging the elements of the array. Array in some order. In some order. Order may be in ascending or descending order. നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്ന എല്ലാം അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യാനായിട്ടാണ്. അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യാനായിട്ടാണ് നിങ്ങൾക്ക് പറയുന്നത്. ഓക്കെ, അപ്പം സോർട്ടിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് അറേഞ്ചിങ് ദ എലമെൻറ്റ്സ് ഓഫ് ദി അറേ ഇൻ സം ഓർഡർ. ഓർഡർ മേ ബി ഇൻ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ. നിങ്ങൾക്ക് 2 ടൈപ്പ് ഓഫ് സോർട്ടിംഗ് ആണ് പറയുന്നത്. ഒന്ന് സെലക്ഷൻ സോർട്ടും 2 ബബിൾ സോർട്ടും. സെലക്ഷൻ സോർട്ടും ബബിൾ സോർട്ടും. അതിൽ ഫസ്റ്റ് സോർട്ടിംഗ് മെത്തേഡാണ് പഠിക്കാൻ പോകുന്നത്, സെലക്ഷൻ സോർട്ട്. Selection sort. The selection sort algorithm definition ആണ് എഴുതുന്നത്. Selection sort algorithm sorts an array by repeatedly finding
by repeatedly finding the minimum element and put it in the beginning. The selection sort algorithm എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ sorts and array the element in the array by repeatedly finding the minimum element. അറേക്കകത്തുള്ള മിനിമം എലമെൻറ്റ് നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം ആ എലമെൻറ്റിനെ ആ അറേയുടെ ബിഗിനിങ്ങിൽ കൊണ്ടുവെക്കും. എന്താണ് അത് അൽഗോരിതം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കൂടുതൽ നമുക്ക് മനസ്സിലാവും. ഒന്നുകൂടെ പറയാം. നമ്മൾ ഒരു അറേക്കകത്തുള്ള എലമെൻറ്റിൻ്റെ മിനിമം കണ്ടുപിടിക്കും. മിനിമം കണ്ടുപിടിച്ചതിന് ശേഷം ആ മിനിമം എലമെൻറ്റിനെ, ആ മിനിമമായിട്ടുള്ള ഏറ്റവും കുറവായിട്ടുള്ള എലമെൻറ്റിനെ ആ അറേയുടെ ഫസ്റ്റ് പൊസിഷനിൽ കൊണ്ട് വെക്കും. അതിനെ അങ്ങനെ നമ്മൾ റിപ്പീറ്റ്ലി ചെയ്ത് ആണ് നമ്മൾ ഈ സോർട്ടിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, കൺസിഡർ എലമെൻറ്റ്സ് വിത്ത് n നമ്പർ. കൺസിഡർ ആൻ അറേ വിത്ത് n എലമെൻറ്റ്സ്. n എലമെൻറ്റ്സ് ഉള്ള അറേയാണെന്നുണ്ടെങ്കിൽ then sorting process completed in n-1 പാസ് എന്നാണ്. n-1 പാസിൽ നടത്തിയെങ്കിൽ മാത്രമേ, പാസ് എന്താണെന്ന് ഞാൻ പറയാം, n-1 പാസ് കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ അറേ സോർട്ട് ആവത്തുള്ളൂ. ഇഫ് ദ അറേ കൺസിസ്റ്റ് ഓഫ് n എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ അറേ സോർട്ട് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഡു n-1 പാസ്. ഇത് ഒരു മാർക്കിൽ ചോദിക്കാമെന്നുള്ള ക്വസ്റ്റ്യനാണ്. പറഞ്ഞ് മനസ്സിലായോ? അപ്പോൾ ഒരു അറേക്കകത്ത് n എലമെൻറ്റ്സ് ഉള്ള ഒരു അറേ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു അറേക്കകത്ത് n എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ആ അറേ സോർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ വി ഷുഡ് ഹാവ് n-1 പാസ്. n-1 പാസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ മാത്രമേ ആ അറേ സോർട്ട് ചെയ്ത് കിട്ടത്തുള്ളൂ. ഓക്കെ, പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ദ സ്മോളസ്റ്റ് എലമെൻറ്റ് ആൻഡ് എക്സ്ചേഞ്ചിങ് വിത്ത് ദ എലമെൻറ്റ് അറ്റ് ദ റെസ്പെക്റ്റീവ് പൊസിഷൻ ഈസ് നോൺ ആസ് പാസ്. സ്മോളസ്റ്റ് എലമെൻറ്റിനെ നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം അതിൻ്റെ ബിഗിനിങ്ങിൽ കൊണ്ടുവെക്കുക, അല്ലെങ്കിൽ അതിൻ്റെ റെസ്പെക്റ്റീവ് പൊസിഷൻ. ഇൻ ദിസ് കേസ് റെസ്പെക്റ്റീവ് പൊസിഷൻ മീൻസ് ബിഗിനിങ് ആണ്, ബിഗിനിങ് ഓഫ് ദി അറേയാണ്. അവിടെ കൊണ്ടുവെക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പറയുന്നത് പാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം 3 പോയിൻ്റാണ് പ്രധാനമായിട്ട് ഞാനിപ്പം പറഞ്ഞത്. ഒന്ന്, എന്താണ് സെലക്ഷൻ സോർട്ടർ എന്ന് പറയുന്നത്? റിപ്പീറ്റഡ്ലി നമ്മൾ മിനിമം എലമെൻറ്റിനെ കണ്ടുപിടിക്കുക. അറേക്കകത്തുള്ള ഏറ്റവും മിനിമം എലമെൻറ്റിനെ കണ്ടുപിടിച്ചതിന് ശേഷം അതിനെ എടുത്തു കൊണ്ടുവന്ന് നമ്മൾ ആ അറേയുടെ ബിഗിനിങ് പൊസിഷനിൽ അല്ലെങ്കിൽ ഫസ്റ്റ് പൊസിഷനിൽ നമ്മൾ കൊണ്ട് പ്ലേസ് ചെയ്യും. അങ്ങനെ റിപ്പീറ്റഡ്ലി നമ്മൾ ഈ മിനിമം എലമെൻറ്റ്സിനെ കണ്ടുപിടിച്ചതിന് ശേഷം ബിഗിനിങ്ങിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വരും. അതാണ് സെലക്ഷൻ സോർട്ട്. അടുത്ത പോയിന്റ് ഞാൻ പറയുന്നത്, n എലമെൻറ്റ്സ് ഉള്ള ഒരു അറേ ആണെങ്കിൽ ആ അറേ കംപ്ലീറ്റ് ആയിട്ട് സോർട്ട് ചെയ്യാൻ വി ഹാവ് ടു നീഡ് n-1 പാസ്. n-1 പാസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ മാത്രമേ ആ അറേ ഫുള്ളായിട്ട് നമുക്ക് സോർട്ട് ചെയ്ത് കിട്ടത്തുള്ളൂ. മൂന്നാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞത്, എന്താണ് പാസ്? പാസ് എന്ന് പറയുന്നത് ഈസ് ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ദ സ്മോളസ്റ്റ് എലമെൻറ്റ് ഇൻ ദ അറേ. അതാണ് ഫസ്റ്റ് പോയിന്റ്. ഇറ്റ്സ് ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ദ സ്മോളസ്റ്റ് എലമെൻറ്റ് ഇൻ ദി അറേ ആൻഡ് എക്സ്ചേഞ്ച് വിത്ത് ദ എലമെൻറ്റ് അറ്റ് ദി റെസ്പെക്റ്റീവ് പൊസിഷൻ ഈസ് നോൺ ആസ് പാസ്. നമ്മളത് മിനിമം എലമെൻറ്റിനെ കണ്ടുപിടിക്കും. എന്നിട്ട് ആ മിനിമം എലമെൻറ്റിനെ എവിടെ, ഇൻ ദിസ് സോർട്ടിംഗ് കേസിൽ സെലക്ഷൻ സോർട്ടിനകത്ത് ഫസ്റ്റ് പൊസിഷൻ, ആ അറേയുടെ ഫസ്റ്റ് പൊസിഷൻ ഏതാണോ അതാണ് ആ എലമെൻറ്റുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യും. ആ പ്രോസസ്സിനെയാണ് നമ്മൾ പറയുന്നത് പാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പാസ് മീൻസ് ദ പ്രോസസ് ഓഫ്
is the process of finding the smallest element. The process of finding the smallest element and exchanging it with elements at the respective position. Elements at the respective position is known as pass. സ്മോളസ്റ്റ് എലമെൻറ്റിനെ കണ്ടുപിടിച്ചിട്ട് ആ ഫസ്റ്റ് എലമെൻറ്റുമായിട്ട് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യും. ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാസ് എന്ന് പറയുന്നത്. ഇപ്പോൾ n എലമെൻറ്റ്സ് ഉള്ള ഒരു അറേ ആണെങ്കിൽ ആ അറേ സോർട്ട് ചെയ്ത് കിട്ടണമെങ്കിൽ n-1 പാസ് നടത്തണം. ഫോർ എക്സാമ്പിൾ 5 എലമെൻറ്റ്സ് ഉള്ള അറേ ആണെങ്കിൽ 5 എലമെൻറ്റ്സ് ഉള്ള അറേ ആണെങ്കിൽ we have to need 4 pass to complete the sorting. ഓക്കെ, 5 എലമെൻ്റ് ഉള്ള ഒരു അറേ ആണെങ്കിൽ ആ അറേ സോർട്ട് ചെയ്ത് കിട്ടണമെങ്കിൽ നമുക്ക് എത്ര പാസ് വേണം? 4 പാസ് വേണം. ഇനി നമ്മൾ അതിൻ്റെ അൽഗോരിതം നോക്കാൻ പോവാണ്. അൽഗോരിതം ഞാൻ എഴുതുന്നില്ല, ഞാനത് പറയുന്ന കാര്യങ്ങൾ ഞാൻ ഡയഗ്രാമാറ്റിക്കൽ റെപ്രസെൻ്റ് ചെയ്തുതരാം. രണ്ടും കൂടി എഴുതാൻ ഇപ്പം പറ്റത്തില്ല, ഈ ബോർഡിനകത്ത് പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ ടോപ്പിക്ക് നോക്കുമ്പോൾ ഈ അൽഗോരിതം പറയുമ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കും കൂടെ കയ്യിൽ കരുതിക്കണം. എന്നിട്ട് വെച്ച് വേണം ഈ ലെക്ചർ നോട്ട് നിങ്ങൾ കേൾക്കേണ്ടത്. അപ്പം അൽഗോരിതം, സെലക്ഷൻ സോർട്ടിൻ്റെ അൽഗോരിതം നമ്മൾ പറയാൻ പോവാണ്. എല്ലാ അൽഗോരിതം ഇപ്പോൾ തുടങ്ങുന്നതും ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട് എന്നുള്ള സ്റ്റെപ്പാണ്. സ്റ്റെപ്പ് 2, accept a value in n as the number of element of the array. n എന്ന് പറയുന്ന വേരിയബിളിന് ഒരു വാല്യൂ കൊടുക്കാൻ. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദി അറേ. അറേക്കകത്ത് എത്ര എലമെൻറ്റ്സ് റെപ്രസെൻ്റ് ചെയ്യുന്നു, എത്ര എലമെൻറ്റ്സ് ഉണ്ട്, അത് റെപ്രസെൻ്റ് ചെയ്യുന്ന വേരിയബിളാണ് n. n എന്ന് പറയുമ്പോൾ എന്നിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വാല്യൂ കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ അതായത് എത്ര എലമെൻറ്റ്സ് അറേക്കകത്തുണ്ട്. ഞാൻ പറയാണ് n = 5. ഫസ്റ്റ് സ്റ്റെപ്പ് സെക്കൻഡാണ് കേട്ടോ. accept a value in n as the number of elements of the array. ഓക്കെ, n accept n numbers. n elements, numbers means elements in the array AR. അറേയുടെ പേരാണ് AR. നമ്മൾ എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്? 5 എലമെൻറ്റ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം 5 എലമെൻറ്റ്സ് അറേയിലേക്ക് ഇൻപുട്ട് ചെയ്യാനാണ് പറയുന്നത്. അപ്പം അറേയുടെ പേരാണ് AR. ഞാൻ ഇൻപുട്ട് ചെയ്യാൻ പോവാണ്. അഞ്ച് മെമ്മറി ലൊക്കേഷനുള്ള അറേയാണ്. കാരണം എന്താണ്? ഇതിൻ്റെ വാല്യൂ 5 ആണ്. ഓക്കെ, ഒരു സെക്കൻഡ് സ്റ്റെപ്പ് പറയുന്നത് ആ അറേയിലേക്ക് വാല്യൂ 5 എലമെൻറ്റ് ഇൻപുട്ട് ചെയ്യാനാണ് പറയുന്നത്. ഞാൻ ഇൻപുട്ട് ചെയ്യുകയാണ് 32, 23, 10, 32, 23, 10 to 30. ഈ അറേയുടെ പേരാണ് AR. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. തേർഡ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി.
n എലമെൻറ്റ്സ് ഞാൻ, അതായത് 5 എലമെൻറ്റ്സ്, എന്നിൻ്റെ വാല്യൂ 5 ആയതുകൊണ്ട് 5 എലമെൻറ്റ്സ് ഞാൻ അറേയിൽ ഇൻപുട്ട് ചെയ്തു. സ്റ്റെപ്പ് 4, റിപ്പീറ്റ് സ്റ്റെപ്പ് 5 to 9. റിപ്പീറ്റ് സ്റ്റെപ്പ് 5 to 9 n-1 ടൈംസ്. n-1 ടൈംസ് എന്ന് പറഞ്ഞാൽ n- ടൈംസ് മീൻസ് n-1 എന്ന് പറയുന്നത് പാസ്സാണ് ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത്. ഇപ്പം ഇവിടെ 5 എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ എത്ര പാസ് ഇനി കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ സോർട്ട് ചെയ്ത് കിട്ടത്തുള്ളൂ? 4 പാസ് ഞാൻ കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് ആ സോർട്ട് എന്ന് പറയുന്ന പ്രോസസ്സ്, ആ സോർട്ടിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ആവത്തുള്ളൂ. അപ്പോൾ n-1 എന്ന് പറഞ്ഞാൽ എത്ര പാസ്, അതാണ് ഉദ്ദേശിക്കുന്നത്. റിപ്പീറ്റ് സ്റ്റെപ്സ് 5 to 9 n-1 times. Step 5, assume that the first element in the list as the smallest and store it in min and its position in pos. Assume that the first element in the list as the smallest. ഫസ്റ്റ് എലമെൻറ്റ്, ഇതാണ് ഇനീഷ്യൽ ലിസ്റ്റ്, തുടക്കമുള്ള ലിസ്റ്റാണ് ഈ ലിസ്റ്റ്. ഇത് ഇനീഷ്യൽ ലിസ്റ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് എലമെൻറ്റിനെ സ്മോളസ്റ്റ് എലമെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ, എന്നിട്ട് അതിനെ എവിടെ സ്റ്റോർ ചെയ്യാൻ പറയുന്നു? മിൻ എന്ന് പറയുന്ന ഒരു വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറയുന്നു. അപ്പം 32 എവിടെ സ്റ്റോർ ചെയ്യണം? MIN മിൻ is equal to 30. ഓക്കെ, എന്നിട്ട് പറയുകയാണ് ആൻഡ് ഇറ്റ്സ് പൊസിഷൻ ഇൻ പോസ്. പോസ് നമ്മൾ നിങ്ങൾക്കറിയാം പൊസിഷൻ എങ്ങനെയെന്ന് പറഞ്ഞാൽ എന്താണ്? സബ്സ്ക്രിപ്റ്റ് ആണല്ലേ. അറേയുടെ സബ്സ്ക്രിപ്റ്റ് എവിടെ നിന്നാണ് തുടങ്ങുന്നത്? സീറോയിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പം 0 1 2 3 4. അപ്പം മിന്നിൻ്റെ ആദ്യത്തെ എലമെൻറ്റ് ഏത് വേരിയബിൾ സ്റ്റോർ ചെയ്യാൻ പറയുന്നു? മിൻ എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യാൻ പറയുന്നു. എന്നിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് പൊസിഷൻ എന്താണ്, അത് എവിടെ സ്റ്റോർ ചെയ്യാൻ പറയുന്നു? പോസ് എന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യാൻ പറയുന്നു. അപ്പം പോസ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ. സ്റ്റെപ്പ് 6, റിപ്പീറ്റ് സ്റ്റെപ്പ് 7 അണ്ടിൽ ദ ലാസ്റ്റ് എലമെൻറ്റ് ഓഫ് ദി ലിസ്റ്റ്. ഏഴാമത്തെ സ്റ്റെപ്പ് പെർഫോം ചെയ്യണം. എതുവരെ പെർഫോം ചെയ്യണം? ലാസ്റ്റ് എലമെൻ്റ് ആവുന്നത് വരെ പെർഫോം ചെയ്യണം. ഓക്കെ, അതിനകത്ത് പറയുന്നത് സ്റ്റെപ്പ് 7 പറയുന്നതാണ് കമ്പയർ ദ എലമെൻറ്റ്സ് ഇൻ ദ ലിസ്റ്റ് വിത്ത് ദ വാല്യൂ ഓഫ് മിൻ. ഇഫ് ഇറ്റ് ഈസ് ഫൗണ്ട് സ്മോളർ സ്റ്റോർ ഇറ്റ് ഇൻ മിൻ ആൻഡ് ഇറ്റ്സ് പൊസിഷൻ ഇൻ പോസ്. കമ്പയർ ദ നെക്സ്റ്റ് എലമെൻറ്റ് ഇൻ ദ ലിസ്റ്റ് with the value of the min. If it is smaller, store it in min and its position in pos. ഇപ്പം മിന്നിൻ്റെ വാല്യൂ എത്രയാണ്? 32 ആണ്. ആണല്ലോ. എന്താ പറയുന്നത്? ഇപ്പം മിന്നിലിരിക്കുന്ന പൊസിഷൻ എന്താണ്, വാല്യൂ എന്താണോ അത് നെക്സ്റ്റ് എലമെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യാൻ. നെക്സ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് 23 ആണ്. 23 ആയിട്ട് കമ്പയർ ചെയ്യാനാണ് പറയുന്നത്. അപ്പം 32 ഈസ് ലെസ് ദാൻ 23 ആണോ? അല്ലെന്നുണ്ടെങ്കിൽ ആ വാല്യൂ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്താണ് നമുക്ക് സ്മോളർ വാല്യൂ ഏതാണ് അത് മിനിമത്തിൽ സ്റ്റോർ ചെയ്യാൻ അതിൻ്റെ പോസ് എന്ന് പറയുന്ന വേരിയബിൾ അതിൻ്റെ കറസ്പോണ്ടിങ് പൊസിഷനും സ്റ്റോർ ചെയ്യാൻ പറയുന്നു. ഓക്കെ, ഒന്നുകൂടെ പറയാം. നമ്മൾ കമ്പയർ ചെയ്യും. മിന്നിൻ്റെ വാല്യൂ അടുത്ത എലമെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യും. ഇൻ ദിസ് കേസ് 32 ഈസ് ലെസ് ദാൻ 23 ആണോ ചെക്ക് ചെയ്യും. ആണോ? അല്ലേ? അവിടെ സ്മോളർ അല്ല. അപ്പം നമ്മൾ എന്തോ ചെയ്യണം? മിന്നിലേക്ക് 23 എന്നുള്ള വാല്യൂ നമ്മൾ സ്റ്റോർ ചെയ്യും. പോസിലേക്ക് 23യുടെ കറസ്പോണ്ടിങ് പൊസിഷൻ എന്താണ്? ഇവിടെ 1 ആണ്. അത് സ്റ്റോർ ചെയ്യും. അപ്പോൾ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുന്നത് മിൻ ഈസ്, നമുക്ക് അസെൻഡിങ് ഓർഡറിലാണ്. ഒരു കാര്യം ഓർത്തണം, അസെൻഡിങ് ഓർഡറിലാണ് ഈ സോർട്ട് ചെയ്ത് കിട്ടേണ്ടത്, ചെറുതിൽ നിന്ന് വലുതിലോട്ട്. ഓക്കെ, ഈസ് ലെസ് ദാൻ 23. നെക്സ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് 23 ആണ്. മിന്നിൻ്റെ വാല്യൂ 32 ആണ്. ഓക്കെ,
32 ലെസ് ദാൻ 23 ആണോ? അല്ല. സ്മോളസ്റ്റ് എലമെൻ്റ് ഏതാണ്? 23 ആണ്. അങ്ങനെയാണെങ്കിൽ കമ്പയർ ചെയ്യാനാണ് പറയുന്നത്. സ്മോളസ്റ്റ് എലമെൻ്റ് ഏതാണെന്ന് കമ്പയർ ചെയ്യുക. കമ്പാരിസൺ ഞാൻ ചുമ്മാ ലെസ് ദാൻ സിമ്പിൾ യൂസ് ചെയ്യുന്നേ ഉള്ളൂ. 32 23 ആയിട്ട് കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്തിട്ട് ഏതാണ് സ്മോളസ്റ്റ് എലമെൻറ്റ്? 23 ആണ് അല്ലേ? അപ്പോൾ എന്തോ സംഭവിക്കും? മിന്നിലേക്ക്, മിൻ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് 23 എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്യും. ഓക്കെ. എന്നിട്ട് പോസ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് പൊസിഷനും സ്റ്റോർ ചെയ്യും. ഓക്കെ. ഇത് ഫസ്റ്റ് പാസ്സാണ്. എതുവരെ കണ്ടിന്യൂ ചെയ്യാനാണ് പറയുന്നത്? ലാസ്റ്റ് എലമെന്റ് വരെ ഈ കമ്പാരിസൺ നടത്തണം. ഓക്കെ. അടുത്ത എന്താ പറയുന്നത്? സെക്കൻഡ്. ഇപ്പം മിന്നിന്റെ വാല്യൂ എത്രയാ? 23 ആണ്. മിന്നിന്റെ വാല്യൂ 23 ആണ്. 23യും 10ഉമായിട്ട് കമ്പയർ ചെയ്യും. അതിന് കമ്പയർ ചെയ്ത് ലെസ് ദാൻ 10 ആണ് നോക്കാം. കമ്പാരിസന് വേണ്ടി ഒരു ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നേ ഉള്ളൂ. അതിൽ സ്മോളസ്റ്റ് എലമെന്റ് ഏതാണ്? സ്മോളസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് 10 ആണ് അല്ലേ? അതിന് എവിടെ സ്റ്റോർ ചെയ്യും? മിൻ എന്ന് പറയുന്ന വാല്യൂവിൽ സ്റ്റോർ ചെയ്യും 10. പോസ് എന്ന് പറയുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് 10ന്റെ കറസ്പോണ്ടിങ് പൊസിഷൻ ഏതാണ്? 2 ആണ്. പോസിലേക്ക് 2 എന്നുള്ള വാല്യൂ സ്റ്റോർ ചെയ്യും. ഓക്കെ. രണ്ട് കമ്പാരിസണായി. അടുത്ത മൂന്നാമത്തെ കമ്പാരിസൺ. മിന്ന് 10 ആണല്ലേ? അപ്പം മിൻ 10 ലെസ് ദാൻ 2 ആണെന്ന് ചെക്ക് ചെയ്യും. സ്മോളസ്റ്റ് എലമെന്റ് ഏതാണ്? 2 ആണ് അല്ലേ? അപ്പം എന്തോ സംഭവിക്കും? മിന്നിലേക്ക് 2 എന്നുള്ള വാല്യൂ സ്റ്റോർ ചെയ്യും. പോസിലേക്ക് 3 എന്നുള്ള വാല്യൂ സ്റ്റോർ ചെയ്യും. പോസിലേക്ക് 3 എന്നുള്ള വാല്യൂ സ്റ്റോർ ചെയ്യും. അടുത്ത ഫോർത്ത് കമ്പാരിസൺ. മിന്ന് 2-നല്ലേ? ഇപ്പൊ 2 ലെസ് ദാൻ 30. രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യാന്നുള്ളൂ. ലെസ് ദാൻ സിമ്പിൾ ചുമ്മാ യൂസ് ചെയ്യുന്നുള്ളൂ. കമ്പയർ ചെയ്യും. അല്ലെങ്കിൽ ലെസ് ദാൻ സിമ്പിൾ വേണ്ട, ആൻഡ് നിട്ടാൽ മതി. ആൻഡ് സിമ്പിൾ ഇട്ടാൽ 2ഉം 30യും കൂടെ കമ്പയർ ചെയ്യും. അതിൽ സ്മോളസ്റ്റ് എലമെന്റ് ഏതാണ്? 2 ആണ് അല്ലേ? അപ്പം മിന്നിന്റെ വാല്യൂ എന്ത് തന്നെയാണ്? min is equal to 2, pos is equal to 3. സ്മോളസ്റ്റ് എലമെന്റ് അല്ലെങ്കിൽ മാത്രം സ്മോളസ്റ്റ് എലമെന്റ് ആദ്യത്തെ രണ്ട് തമ്മിൽ കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ സ്മോളസ്റ്റ് എന്തെങ്കിലും എലമെന്റിന് കുറവുണ്ടെങ്കിൽ മാത്രമേ, വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രമേ എക്സ്ചേഞ്ച് ചെയ്യത്തുള്ളൂ. ഇല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യത്തില്ല. സ്മോളസ്റ്റ് എലമെന്റ് ഇതിപ്പം വേറെ 1 ആണ് ഇവിടെ കടന്നതെങ്കിൽ നമ്മൾ വാല്യൂ മിന്നിന് ഇസിക്കൽ 1 എന്ന് കൊടുത്തേനെ 30ക്ക് പകരം. സ്മോളസ്റ്റ് എലമെന്റ് ഏതാണോ അതാണ് നമ്മൾ മിന്നിൽ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ. അപ്പം ആദ്യം നമ്മൾ ഫസ്റ്റ് പൊസിഷനിലേക്കാണ് 32-നെ നമ്മൾ മിനിമം വാല്യൂ ആയിട്ടാണ് കൺസിഡർ ചെയ്യും. അതായത് പോസ് ഈസിക്കൽ ടു 0 എന്ന് പോസിൻ്റെ വേരിയബിളിലേക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് പൊസിഷൻ വാല്യൂ സ്റ്റോർ ചെയ്യും. ഇത് നമ്മൾ കമ്പയർ ചെയ്യും. 32 ആൻഡ് 23 ആയിട്ട് കമ്പയർ ചെയ്യും. അതിനകത്ത് ഏറ്റവും മിനിമം ഏതാണ്? 23 ആണ്. അത് മിനിമത്തിനകത്ത് സ്റ്റോർ ചെയ്യും. അതിൻ്റെ കറസ്പോണ്ടിങ് പൊസിഷൻ വാല്യൂ 1 എന്ന് പറയുന്ന പോസിനകത്ത് സ്റ്റോർ ചെയ്യും. രണ്ടാമത്തത് 23യും 10ഉമായിട്ട് കമ്പയർ ചെയ്യും. അതിനകത്ത് സ്മോളസ്റ്റ് ഏതാണ്? 10 ആണ്. അപ്പം മിനിമത്തിനകത്ത് മിൻ എന്ന് പറയുന്ന വേരിയബിളിനകത്ത് 10 എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്യും. പോസിനകത്ത് 2 എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്യും. അടുത്ത നമ്മൾ കമ്പയർ ചെയ്യുന്നത് 10ഉം 2ഉമായിട്ടാണ്. 10ഉം 2ഉമായിട്ട് കമ്പയർ ചെയ്യും. 10ഉം 2ഉമായിട്ട് കമ്പയർ ചെയ്യും. അപ്പം മിനിമം എന്ന് പറയുന്നത് 2 ആണ് അല്ലേ? അപ്പം മിന്നിലേക്ക് എന്ത് സ്റ്റോർ ചെയ്യും?
സ്മോളസ്റ്റ് വാല്യൂ എത്രയാണ്? 2 ആണ്. അപ്പോൾ മിന്നിലേക്ക് 2 എന്നുള്ള വാല്യൂ സ്റ്റോർ ചെയ്യും, പോസിലേക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് പൊസിഷൻ വാല്യൂ സ്റ്റോർ ചെയ്യും. അടുത്ത 2ഉം 30യുമായിട്ട് കമ്പയർ ചെയ്യും. 2ഉം 30യുമായിട്ട് കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്തതിന് ശേഷം അതിനകത്ത് സ്മോളസ്റ്റ് എലമെൻറ്റ് ഏതാണ്? 2 തന്നെയാണ്. അപ്പം മിന്നിലേക്ക് 2 തന്നെ സ്റ്റോർ ചെയ്യും, പോസിലേക്ക് 3 തന്നെ സ്റ്റോർ ചെയ്യും. ഇതാണ് 7th സ്റ്റെപ്പ് പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് എലമെൻറ്റ് വരെ ആയി. ലാസ്റ്റ് എലമെൻറ്റ് കമ്പാരിസൺ വരെ നടന്നു. ഓക്കെ. 8th പൊസിഷൻ പറയുന്ന ഇതാണ്. 8th സ്റ്റെപ്പ് പറയുന്ന ഇതാണ്. ഇഫ് ദ ഫസ്റ്റ് എലമെൻറ്റ് ഇൻ ദ ലിസ്റ്റ് ആൻഡ് ദ വാല്യൂ ഇൻ മിനിമം ആർ നോട്ട് ദി സെയിം, then swap the first element with the element at position pos. ഫസ്റ്റ് എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ 32 ആണ്. മിന്ന് 2 ആണ്. ഇപ്പോൾ മിന്നിൽ കിടക്കുന്ന വാല്യൂ ഫസ്റ്റ് എലമെൻറ്റും സെയിം അല്ലെന്നുണ്ടെങ്കിൽ മിന്നിൽ കിടക്കുന്ന വാല്യൂ എവിടെ കൊണ്ടിടാൻ പറയുന്നു? ഫസ്റ്റ് പൊസിഷനിൽ കൊണ്ടിടാൻ പറയുന്നു. ഇവിടെ ഫസ്റ്റ് പൊസിഷനിൽ കിടക്കുന്ന വാല്യൂ മിന്നിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് പോസ് ഫിസിക്കൽ 3 തേർഡ് പൊസിഷനിൽ കൊണ്ടിടാൻ പറയുന്നു. ഓക്കെ. അപ്പം അത് ഞാൻ വരയ്ക്കാൻ പോവാണ്. മിന്നി കിടക്കുന്ന വാല്യൂ എവിടെ കൊണ്ടുവരണം? ഫസ്റ്റ് പൊസിഷനിൽ കൊണ്ടുവരണം. 2, 23, 10. അതുപോലെ ഫസ്റ്റ് പൊസിഷനിൽ കിടക്കുന്ന വാല്യൂ എവിടെ കൊണ്ടുവരണം? മിന്നിൻ്റെ സ്ഥാനത്ത്. മിന്നിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ എവിടെ കൊണ്ടുവരണം? 32, 30. 0, 1, 2, 3. ആഫ്റ്റർ ഫസ്റ്റ് പാസ്, അപ്പോൾ 4 കഴിഞ്ഞില്ലേ? ഫസ്റ്റ് പാസ് കഴിഞ്ഞപ്പം എനിക്ക് കിട്ടുന്ന അറയാണിത്. 2, 23, 10, 32, 30. ഓക്കെ. ഇനി അപ്പോഴും സോർട്ട് ആയിട്ടില്ല. അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ആയിട്ടുണ്ടോ? സോർട്ട് ആവണമെങ്കിൽ എനിക്ക് എത്ര പാസ് വേണമെന്ന് പറഞ്ഞ് n-1 പാസ് വേണം. ഇവിടെ 4 പാസ് വേണം. എനിക്ക് ഫസ്റ്റ് പാസ് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം എനിക്ക് ഫസ്റ്റ് അറയ്ക്കകത്ത് ഏറ്റവും സ്മോളസ്റ്റ് എലമെൻറ്റ് കിട്ടി 2. ഓക്കെ. സെക്കൻഡ് പാസ് ഞാൻ തുടങ്ങാൻ പോവാണ്. സെക്കൻഡ് പാസ് തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യത്തെ സ്മോളസ്റ്റ് എലമെൻറ്റ് കിട്ടിയില്ല. അറയ്ക്കകത്ത് ഏറ്റവും സ്മോളസ്റ്റ് എലമെൻറ്റ് കിട്ടിയില്ല. ആദ്യത്തെ ആ സ്മോളസ്റ്റ് എലമെൻറ്റിനെ എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ട് വേണം ഇതേ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ. പിന്നെ നമ്മൾ ഇത്രയും നോക്കിയാൽ മതി. 23, 10, 30, 32, 30 നോക്കിയാൽ മതി. ഓക്കെ. അപ്പം ഫസ്റ്റ് പാസ് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടി. ഇനി ആദ്യത്തെ ആ പർട്ടിക്കുലർ എലമെൻറ്റിനെ ഞാനങ്ങ് മാറ്റും. ബാക്കി 23, 10, 32, 30യിലാണ്. അത്ര എലമെൻ്റ് വെച്ച് ഞാൻ കമ്പയർ ചെയ്യാൻ പോവാം. ആഫ്റ്റർ പാസ് 1, പാസ് 1, അടുത്ത പാസ് 2. ബാക്കി ഉള്ളതിൽ പാസ് മനസ്സിലായി. ഏറ്റവും സ്മോളസ്റ്റ് എലമെൻറ്റ് കണ്ടുപിടിക്കുക, എന്നിട്ട് ആ എലമെൻറ്റിൻ്റെ ഫസ്റ്റ് പൊസിഷനുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുക. ആ പ്രോസസ്സിനെയാണ് പാസ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയും ഭാഗം നമ്മൾ നോക്കണ്ട. ഈ ഫസ്റ്റ് പൊസിഷനിൽ കിടക്കുന്ന എലമെൻറ്റ് നോക്കണ്ട. ബാക്കിയുള്ളതിലുള്ള സ്മോളസ്റ്റ് എലമെൻറ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. പഴയ പ്രോസസ്സ് തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് 23 ആണ്. ആണല്ലോ? ആണ്. അപ്പോൾ മിൻ ഈസ് ഈക്വൽ ടു 23 and pos is equal to 1. മിൻ എന്നുള്ള വാല്യൂ 23, പോസ് എന്നുള്ള വാല്യൂ 1 ആണ്. എനിക്ക് അടുത്ത് കമ്പയർ ചെയ്യാൻ പോവാണ്. മിൻ അതായത് ആൻഡ് 10. മിൻ ആൻഡ് 10 കമ്പയർ ചെയ്യും. മിൻ എന്ന് പറയുന്നത് എത്രയാണ് വാല്യൂ? 23 ആണല്ലേ?
23യും 10ഉമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. 23യും 10ഉമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. ഓക്കെ, കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ 23യും 10ഉം കൂടെ കമ്പയർ ചെയ്തപ്പോൾ സ്മോളസ്റ്റ് എലമെൻ്റ് ഏതാണ്? 10 ആണ്. അതായത് ഇവിടെ സ്റ്റോർ ചെയ്യും, മിന്നി സ്റ്റോർ ചെയ്യും. അതിൻ്റെ കറസ്പോണ്ടിങ് പോസിൻ്റെ വാല്യൂ എത്രയാണ്? 2 ആണ്. പോസ് എന്നുള്ളത് 2ഉം 2. ഓക്കെ, അടുത്ത 23യും 10ഉമായിട്ടാണ് കമ്പയർ ചെയ്തത്. അടുത്ത 10ഉം 32ആയിട്ട് കമ്പയർ ചെയ്യും. 10ഉം 32ആയിട്ട് കമ്പയർ ചെയ്യും. ഓക്കെ, അപ്പം മിന്നും 32ആയിട്ട് കമ്പയർ ചെയ്യും. മിന്നിൻ്റെ വാല്യൂ എത്രയാണ്? 10 ആണ്. 10ഉം 32ആയിട്ട് കമ്പയർ ചെയ്യും. മിൻ ഏത് തന്നെയാണ്? സ്മോളസ്റ്റ് എലമെൻ്റ് ഏതാണ്? 10 ആണ്. അപ്പം മിന്നിൻ്റെ വാല്യൂ എന്ത് തന്നെയായിരിക്കും? MIN. മിൻ ഈസ് ഈക്വൽ ടു 10. പോസ് ഈസ് ഈക്വൽ ടു. അടുത്ത തേർഡ്, മിന്നും നെക്സ്റ്റ് എലമെന്റ് 30 ആയിട്ട് കമ്പയർ ചെയ്യും. മിന്നും 30 ആയിട്ട് കമ്പയർ ചെയ്യും. മിന്നിൻ്റെ വാല്യൂ 10 ആണ്. 10ഉം 30 ആയിട്ട് കമ്പയർ ചെയ്യും. ഏതാണ് സ്മോളസ്റ്റ്? 10 ആണ്. അപ്പം മിന്നിൻ്റെ വാല്യൂ ഫിസിക്കൽ 10, പോസിൻ്റെ വാല്യൂ ഫിസിക്കൽ ടു ലാസ്റ്റ് എലമെന്റ് വരെ. ഓക്കെ, ഇത് ചെക്ക് ചെയ്യും. ഇപ്പം മിന്നി കിടക്കുന്ന വാല്യൂ അറേയുടെ ഫസ്റ്റ് പൊസിഷൻ. ഇത് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്തേക്കാണ്. 2 എന്നുള്ള പാർട്ട് എക്സ്ക്ലൂഡ് ചെയ്തേക്കാണ്. അപ്പോൾ ഫസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് 23 ആണ്. എലമെൻറ്റ് 1 ആണല്ലോ. ഫസ്റ്റ് പൊസിഷൻ 1 എന്നാണ്. അതിൻ്റെ കറസ്പോണ്ടിങ് എലമെൻറ്റ് 23 ആണ്. അപ്പോൾ 23യും മിന്നുമായിട്ട് കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്യും. അത് രണ്ടും സെയിം ആണോ? അല്ല. അപ്പോൾ എന്തോ സംഭവിക്കും? സെയിം അല്ലാത്തത് കൊണ്ട് മിന്നി കിടക്കുന്ന വാല്യൂ എന്താണോ അത് ഈ അറേയുടെ ഫസ്റ്റ് പൊസിഷൻ. ഇൻ ദിസ് കേസ് ഫസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് 23 ആണ്. 23യിലേക്ക് 10നെ കൊണ്ടിടും. എന്നിട്ട് ഈ 23യെ എവിടോട്ട് കൊണ്ടിടും? പോസ് 2യിലേക്ക് കൊണ്ട് ഇടും. അതാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. ടെന്നിനെ എവിടെ ആക്കണം? 0, 1. ഫസ്റ്റ് പൊസിഷനിൽ കൊണ്ടുവരാനാണ് പറയുന്നത്. ഫസ്റ്റ് എലമെൻറ്റുമായിട്ട് ആ അറേയുടെ ഫസ്റ്റ് പൊസിഷൻ. ഇൻ ദിസ് കേസ് 23 കിടക്കുന്നിടത്ത് എന്ത് കൊണ്ടിടാൻ പറയും? 10 കൊണ്ടിടാൻ പറയും. 10 പോസ് ഇപ്പോഴത്തെ പോസിൻ്റെ വാല്യൂ എത്രയാണ്? 2 ആണ്. അവിടേക്ക് എന്ത് കൊണ്ടിടാൻ പറയുന്നു? 23 കൊണ്ടിടാൻ പറയുന്നു. 23, 32. അപ്പം പാസ് 2 കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത് ഈ അറയാണ്. ഓക്കെ, and exclude the leftmost element. സെക്കൻഡ് സ്മോളസ്റ്റ് എലമെന്റ് കിട്ടി. ഇനി കമ്പയർ നടത്തേണ്ട ബാക്കി 3 എലമെന്റുമായിട്ട് ഇനി കമ്പാരിസൺ നടത്തിയാൽ മതി. ഓക്കെ, അടുത്ത ബാക്കി 3 എലമെന്റുമായിട്ട് ഇനി കമ്പാരിസൺ നടത്തിയാൽ മതി. രണ്ടാമത്തെ പാസ് കഴിഞ്ഞപ്പോൾ എനിക്ക് സെക്കൻഡ് സ്മോളസ്റ്റ് എലമെന്റ് കിട്ടി. അടുത്ത ഞാൻ കമ്പയർ ചെയ്യാൻ പോകുന്നത് 23, 32, 30 ആണ്. ഈ 0th പൊസിഷനിലെയും 1th പൊസിഷനിലെയും എലമെൻറ്റിനെ ഞാൻ എക്സ്ക്ലൂഡ് ചെയ്യും. അത് മാറ്റി വെച്ചിട്ടാണ് ബാക്കി എലമെൻറ്റ് ഞാൻ കമ്പയർ ചെയ്യുന്നത്. പാസ് 3.
പാസ് 3. പാസ് 3-ക്കകത്ത് ആദ്യം ഇത്രയും അറേ കണ്ടാൽ മതി. സെക്കൻഡ് പൊസിഷന് തൊട്ടുള്ള അറേ നമ്മൾ നോക്കിയാൽ മതി. മിൻ എന്ന് പറയുന്നത് ഫസ്റ്റ് എലമെൻ്റ് ആണ്. ദാറ്റ് ഈസ് ഇക്വൽ ടു 23. പോസ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് കമ്പാരിസൺ 23-ഉം 13-ഉം തമ്മിൽ കമ്പയർ ചെയ്യും. 23 മിന്നും 23 അല്ല മിന്നും ആൻഡ് 32-ഉം തമ്മിൽ കമ്പയർ ചെയ്യും. ഓക്കെ, കമ്പയർ ചെയ്യുമ്പോൾ 23 ആൻഡ് 32 ആണ്. ഇതിൽ സ്മോളസ്റ്റ് ഏതാണ് 23 ആണ്. അപ്പം മിൻ എന്ന് പറയുന്ന വേരിയബിളിൽ മിൻ എന്ന് പറയുന്നത് 23 ആണ്. പോസ് എന്ന് പറയുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് പൊസിഷൻ പോസ് 2 തന്നെ. ഓക്കെ, അടുത്ത സെക്കൻഡ് കമ്പാരിസൺ മിന്നും 30 ആയിട്ട് കമ്പയർ ചെയ്യും. മിന്നും 30 ആയിട്ട് കമ്പയർ ചെയ്യും. മിന്നെന്ന് പറയുന്ന വാല്യൂ 23-ഉം ആൻഡ് 30 ആയിട്ട് കമ്പയർ ചെയ്യും. അതിൽ സ്മോളസ്റ്റ് എലമെൻ്റ് ഏതാണ്? 23 തന്നെയാണ്. അപ്പോൾ എന്താ സംഭവിക്കും? മിൻ എന്ന് പറയുന്നത് 23 ആണ്. പോസ് ഈസ് ഈക്വൽ ടു എന്താ പറയുന്നത്? കമ്പയർ ദ വാല്യൂ ഓഫ് മിൻ വിത്ത് ദ ഫസ്റ്റ് പൊസിഷൻ. ഇഫ് ദേ ആർ നോട്ട് സെയിം എക്സ്ചേഞ്ച് എന്നാണ് പറയുന്നത്. സെയിം അല്ലെങ്കിൽ മാത്രമേ എക്സ്ചേഞ്ച് ചെയ്യാൻ പറയുന്നത്. സെയിം ആണെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യണ്ട എന്നാണ് പറയുന്നത്. അപ്പം മിന്നിൻ്റെ വാല്യൂ എത്രയാണ്? 23 ആണ്. ഇതിൻ്റെ ഫസ്റ്റ് പൊസിഷൻ ഇത്രയും അറേ നമ്മൾ നോക്കുന്നുള്ളൂ. അപ്പം 2 ആണ്. ഈ അറേ നോക്കുമ്പോൾ 2th പൊസിഷനാണ് ഫസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പം 23-യും ഫസ്റ്റ് പൊസിഷനിൽ കിടക്കുന്ന വാല്യൂ 23, മിന്നിൽ കിടക്കുന്ന വാല്യൂ 23, രണ്ടും സെയിം ആണ്. അപ്പം നമുക്കതിൻ്റെ വാല്യൂസ് എക്സ്ചേഞ്ച് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. അപ്പം നമ്മൾ അറേ വരയ്ക്കാൻ പോവാണ്. ടു 10 23 32 30 0 1 2 3 after pass 3. ഓക്കെ, അപ്പം 3 പാസ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ അറേയാണ് 2 10 23 32 30. അപ്പം സെക്കൻഡ് പൊസിഷൻ വരെയുള്ള എലമെൻറ്റ്സ് എനിക്ക് സോർട്ട് ചെയ്തിട്ട്, അതായത് തേർഡ് സ്മോളസ്റ്റ് എലമെൻറ്റും എനിക്ക് ഞാൻ കണ്ടുപിടിച്ചു അല്ലേ. എന്നിട്ട് അതിനെ ഞാൻ അതിൻ്റെ കറസ്പോണ്ടിങ് പൊസിഷനിൽ കൊണ്ടുവച്ചു. അപ്പോൾ ഇനി അടുത്ത പാസിൽ എനിക്ക് രണ്ടാമത്തെ പൊസിഷൻ വരെ ഉള്ളത് എനിക്ക് എടുക്കണ്ട, എക്സ്ക്ലൂഡ് ചെയ്യുക. ഇതുവരെ ഉള്ളതിനെ എക്സ്ക്ലൂഡ് ചെയ്ത് മാറ്റുക. ഇതിനകത്ത് ഏത് മാത്രം എനിക്ക് കമ്പയർ ചെയ്താൽ മതി? 32-ഉം 30-യും എനിക്ക് കമ്പയർ ചെയ്താൽ മതി. പാസ് 4. പാസ് 4. ഓക്കെ, പാസ് 4-നകത്ത് ഫസ്റ്റ് പൊസിഷൻ ഇത്രയും ഞാൻ സെക്കൻഡ് പൊസിഷൻ വരെയുള്ള എലമെൻറ്റ് ഞാൻ എക്സ്ക്ലൂഡ് ചെയ്ത് കളഞ്ഞു. ഇനിയുള്ളത് എനിക്ക് 32 30 എന്ന് പറയുന്ന ആറേ മാത്രമേ ഉള്ളൂ. അതിൽ ഫസ്റ്റ് പൊസിഷനുള്ള എലമെൻ്റ് ഏതാണോ അതിനെ മിനിമം ആയിട്ട് കൺസിഡർ ചെയ്യാനാണ് പറയുന്നത്. നേരത്തെ ചെയ്ത അതേ പ്രോസസ്സാണ്, വ്യത്യാസമൊന്നുമില്ല. അപ്പം മിൻ ഈസ് ഈക്വൽ ടു 32, പോസ് ഈസ് ഈക്വൽ ടു 3. പോസ് ഈസ് ഈക്വൽ ടു 3. മിൻ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 32, പോസിൻ്റെ വാല്യൂ 3 ആണ്. അടുത്ത മിൻ ആൻഡ് 30 ആയിട്ട് കമ്പയർ ചെയ്യും. 32 ആൻഡ് 30 ആയിട്ട് കമ്പയർ ചെയ്യും. അതിൽ സ്മോളസ്റ്റ് എലമെൻ്റ് ഏതാണ്? 30 ആണ് അല്ലേ. അപ്പം മിന്നിലേക്ക് എന്തോ സംഭവിക്കും?
മിന്നിലേക്ക് 30 എന്നുള്ള വാല്യൂ സ്റ്റോർ ചെയ്യും. ആൻഡ് പോസിലേക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് പൊസിഷൻ ഏതാണ് അത് സ്റ്റോർ ചെയ്യും. ഇനി കമ്പയർ ചെയ്യാൻ വേറെ എലമെൻ്റ് ഉണ്ടോ? ഇല്ല. അവിടെ വെച്ച് കമ്പാരിസൺ നിൽക്കും. 30 ആയിട്ട് കമ്പയർ ചെയ്യും. n-1 കമ്പാരിസണേ ഉള്ളൂ. n എലമെൻ്റ് ഉണ്ടെങ്കിൽ n-1 കമ്പാരിസൺ. ഓക്കെ, അതുപോലെ n-1 പാസ്. അപ്പം മിനിമത്തിലേക്ക് 30യും പോസിലേക്ക് 4 എന്നുള്ള വാല്യൂ ഞാൻ സ്റ്റോർ ചെയ്യും. എന്നിട്ട് നമ്മൾ നോക്കും, കമ്പയർ ചെയ്ത് നോക്കും. ഫസ്റ്റ് പൊസിഷനിൽ കിടക്കുന്നത് ഇൻ ദിസ് കേസ് തേർഡ് പൊസിഷനിൽ കിടക്കുന്ന വാല്യൂ ആണ് ഫസ്റ്റ് പൊസിഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഫസ്റ്റ് പൊസിഷനിൽ കിടക്കുന്ന വാല്യൂ മിനിമവും സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യും. അല്ലെന്നുണ്ടെങ്കിൽ ആ വാല്യൂസ് തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാനാണ് പറയുന്നത്. 32 കിടക്കുന്നിടത്ത് മിനിമം ആയിട്ടുള്ള വാല്യൂ കൊണ്ടിടാൻ പറയും. അതുപോലെ 30യുടെ പൊസിഷൻ എത്രയാണ്? 4 ആണ്. ആ 4th പൊസിഷനിലേക്ക് 32 കൊണ്ടിടാൻ പറയുന്നു. ഓക്കെ, നേരത്തെ ചെയ്ത അതേ കാര്യം തന്നെയാണ്, വ്യത്യാസം തന്നെയാണ്. അപ്പോൾ 0, 1, 2, 3, 4. ഓക്കെ, 2, 10, 23, 30. After pass 4. After pass 4. ഇപ്പം 4 പാസ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ആ അറേ എനിക്ക് അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്ത് കിട്ടി. ഓക്കെ, എൻ്റെ സ്റ്റെപ്പ് 9, 10 പറയുന്നത് പ്രിൻ്റ് ദ സോർട്ടഡ് അറേ എ ആർ. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് ആ അറേ പ്രിൻ്റ് ചെയ്യാൻ പറയുന്നു. സ്റ്റോപ്പ്. ഇത്രയാണ് ആ അൽഗോരിതം പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പം ഇതും നിങ്ങൾ ഒരു തവണ നിങ്ങളിത് എഴുതി നോക്കുക. എഴുതി നോക്കി 2 തവണ 3 തവണ എഴുതി കഴിയുമ്പോൾ അത് നിങ്ങൾക്ക് ഏകദേശം ക്ലിയറായി വരും. ഒരു തവണ ഈ ലെക്ചർ നോട്ട് കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. 2ഓ 3ഓ തവണ ഈ ലെക്ചർ നോട്ട് കാണുക, അതിനനുസരിച്ച് എഴുതി നോക്കണം. എങ്കിൽ മാത്രമേ അത് ക്ലിയർ ആകത്തുള്ളൂ. അപ്പോൾ 5 എലമെൻ്റ് ഉണ്ടെങ്കിൽ എത്ര പാസ് വന്നു? 4 പാസ് വന്നു. മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, ഇതാണ് സെലക്ഷൻ സോർട്ട്.